ഇന്ന് ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടാസ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും നമുക്ക് എല്ലാവർക്കും ഒരുപാട് ചിരിക്കാനുള്ളൊരു വേദിയായി മാറും എന്നുള്ള എൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ എൻ്റെ ടാസ്ക് ചെയ്യാനുള്ള ചുണക്കുട്ടന്മാരെ ഞാൻ വിളിക്കാൻ പോവാണ്. മനസ്സിലായോ? മുകേഷ് ഏട്ടനും സന്തോഷ് ഏട്ടനും അവരാണ് ഇന്നത്തെ എന്റെ ടാസ്കിന്റെ ഇരകൾ. അപ്പൊ രണ്ടുപേരും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം മുകേഷ് ആൻഡ് സന്തോഷ്. അപ്പോ എന്റെ ചുണക്കുട്ടികളായിട്ട് നിങ്ങളാണ് ഇന്ന് ടാസ്ക് ഏറ്റെടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇവർ രണ്ടുപേരും വരുമ്പോ എന്തൊരു ഹാപ്പി ആയിട്ട്, അവർക്ക് ഒരു ക്ലൂ ഇല്ല എന്ത് പണിയാണ് ശ്വാസുകുട്ടി വെച്ചെന്ന്. എന്തോ ഒരു വലിയ പണിയാന്നറിയാം. പക്ഷെ എന്താണെങ്കിലും ഹാപ്പിയാണ് അല്ലേ? അപ്പൊ ശ്രീകുട്ടിയുടെ ഹസ്ബൻഡാണ് നമ്മുടെ ഷീന ചേച്ചിയുടെ റൊമാൻറ്റിക് അല്ല എന്ന് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ടിട്ട് നല്ല റൊമാൻറ്റിക് ഹീറോ പോലെ തോന്നുന്ന ഷീന ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അപ്പൊ ഇവർ രണ്ടുപേരും നമ്മുടെ ഈ വേദിയിൽ വന്നിട്ട് എന്ത് ടാസ്ക് ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ ആകാംക്ഷ ഉണ്ടാവും. ഒരു സാരി ടാസ്ക് ആണ് ഞാൻ ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. സാരി ടാസ്ക്. ഓക്കെ, അതായത് ഞാൻ കുറേ സാരികൾ ഇവിടെ കൊണ്ടുവരും. ആ സാരികളിൽ നിന്ന് ഇവരുടെ ഭാര്യമാരുടെ സാരികൾ ഇവര് തെരഞ്ഞെടുത്ത് മടക്കി മാറ്റി മാറ്റി വെക്കണം. നിങ്ങളുടെ ഭാര്യമാരുടെ സാരികൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തായിരിക്കാം, അവർ സ്വന്തം വാങ്ങിച്ചായിരിക്കാം, നിങ്ങൾ അങ്ങനെ പലതരം സാരികളുണ്ടല്ലോ. അപ്പൊ ഏതാണ് ഷീന ചേച്ചിയുടെ സാരി, അതെടുത്ത് മടക്കി വെക്കുക. ചേട്ടൻ ശ്രീകുട്ടിയുടെ സാരി ഏതാണോ അതെടുത്ത് മടക്കി വെക്കാം. അപ്പൊ ആ ഒരു ടാസ്കിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇത് ശരി തെറ്റിപ്പോയാൽ അതിന്റെ എന്തൊക്കെയാണ് ഭവിഷ്യത്തുകൾ ഞാൻ വഴിയെ പറഞ്ഞുതരും. പക്ഷെ സിമ്പിൾ ഗെയിമാണ്. ഭാര്യമാരുടെ സാരികൾ ചിലപ്പോ സ്വാഭാവികമായിട്ടും അറിയായിരിക്കും. റെഡിയാണോ? അറിയാം, കാരണം കൂടുതലും ഞാനാ സെലക്ട് ചെയ്യുന്നത്. ഓ അങ്ങനെ. അപ്പൊ എനിക്ക് കുറച്ച് അറിയാം, അതുകൊണ്ട് എനിക്ക് പേടിയില്ല എന്ന് എന്നെ വെല്ലുവിളിച്ചു. എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം ശ്രീകുട്ടി വളരെ ചുരുക്കമേ സാരി കൊടുക്കാറുള്ളൂ. അപ്പം മാറി എങ്ങാനും പോയി വേറെ വല്ല സാരി എടുത്ത് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് പെണ്ണിന് ഞാൻ ചോദിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോ എന്റെ മുതുകത്തായിരിക്കും ഇടി. അന്ത ഭയം ഇരിക്കണം. ഓരോന്നെടുക്കുമ്പോഴും ഞാൻ ചോദിക്കും ഇത് ആരുടെ സാരിയാന്നുള്ളത്. ഷീന ചേച്ചിയും ശ്രീകുട്ടിയും കണ്ണില്, അതായത് ഒരു തിരി അങ്ങോട്ടും ഇങ്ങോട്ടും, തിരിയല്ലല്ലോ, ഒരു കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. നിങ്ങളുടെ സാരി ആണോ എന്ന് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അത് ചിലപ്പം പറയുമായിരിക്കും എനിക്ക് സാരി എല്ലാം സെലക്ട് ചെയ്തിരുന്നത്. ഈ മഞ്ഞ സാരിയോ? അതുകൊണ്ടാണ് കൂടുതൽ പേടി എനിക്ക്, തെറ്റിപ്പോയ പണി കിട്ടും. കാരണം വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുത്തോന്ന്. അതാണ്. പക്ഷെ നോക്കാം, നിങ്ങൾ റെഡിയാണോ ഈ സാരി? റെഡിയാണോ? എന്തും വരട്ടെ അല്ലേ? അപ്പോ നമ്മുടെ പ്രോപ്പർട്ടീസ് സാരികൾ വരട്ടെ. സോ നമ്മുടെ സാരികൾ വന്നിരിക്കുകയാണ് ശ്വേതാജി. അപ്പൊ ഇനി ഇവരുടെ സമയമാണ്. നമുക്കൊരു ടൈം കൊടുക്കാലോ? എത്രയാ കൊടുക്കുക? ഒരു 2 minutes. 2 minutes ആണ് നിങ്ങളുടെ സമയം. അതുകൊണ്ട് ഭാര്യമാരുടെ സാരികൾ മടക്കി സൈഡിൽ അവിടെ തറയിൽ വെച്ചോളൂ. റെഡി? ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. All the best. എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ. പൊന്നോ, ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. എന്നതാടാ? ഒന്നുമില്ല. എങ്ങനെയെങ്കിലൊക്കെ മടക്ക്. സന്തോഷം. സൂപ്പർ. മുകേഷ് മടക്കി. അതിന് സ്വന്തം ഭാര്യയുടെ സാരി കണ്ടുപിടിക്കുന്ന കാര്യമാണ്. നിനക്കാ വച്ചണ്ടാ യൂട്യൂബ് ബ്രൂട്ടസി. ഇത് ഞാൻ വാങ്ങിയ സാരിയാ. ഇത് എനിക്ക് ഉറപ്പാ. ഉറപ്പാണോ സന്തോഷം? ഉറപ്പാ, ഞാൻ വാങ്ങിയതാ. ടൈം ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം? അനുഭവിച്ചല്ലേ പറ്റൂ. അതന്നെ. അത് ഷീന ചേച്ചിയുടെ സാരിയായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ. ഒടുക്കത്താ പിന്നെ. ചേട്ടാ മുകേഷ് ചേട്ടാ എന്താ എല്ലാം വാരിക്കൊണ്ട് പോകുന്നേ? അതെന്റെ ഉറപ്പാണ്. ഉറപ്പാണ്. ഞാൻ വാങ്ങിയത് എന്റെ പെണ്ണുമ്പിളേക്ക് ഞാൻ വാങ്ങിയ സാരിയാ. ഈ റോസും മഞ്ഞയും കൂടെ വാങ്ങിച്ചപ്പോ അവള് മഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞ അടിയിട്ട് മഞ്ഞ അതിന്റെ അതിലുണ്ട്. തോണ്ടിരിക്കുന്നു. സന്തോഷം. അല്ല, ഉറപ്പാണ്. അന്ന് പിടിച്ചു പറിക്കുക അങ്ങോട്ട്. ഉറപ്പാണ്. ഇത് എന്റേതാണ്. ഉറപ്പാണ്. ചേട്ടാ ഞാൻ മേടിച്ച 850 രൂപയ്ക്ക് ഞാൻ മേടിച്ച സാരി 100% ഉറപ്പാണ്. ഇത് വേറെ ഒന്നും ശ്രീകുട്ടിയുടെ അല്ല. കാരണം ഞാൻ അങ്ങനത്തെ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ എന്റെ അത് തന്നെയാണ്. എടുക്ക.
ചേട്ടാ ഈ സാരി അതാന്ന് തോന്നി കേട്ടോ. അല്ലല്ല ഈ സാരി എന്റെ വൈഫിന്റെ സാരി. ചേട്ടാ താഴെ ഇരിക്കുന്ന സാരി, താഴെ ഇരിക്കുന്ന സാരി നോക്കൂ. ഇതേ കണക്ക് തോന്നുന്നു ശ്രീകുട്ടിയുടെ അമ്മയ്ക്കുണ്ട്. ഓ അമ്മയ്ക്കുണ്ട്. കഴിഞ്ഞു. ഓക്കെ, ഡൺ 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 ഡൺ. എന്റെ വകയായിട്ട് കേട്ടോ ഒരു സാരി ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ്. അതായത് നമ്മുടെ ഇന്നത്തെ അടിപിടി കൂടിയ സാരി ഇതാണ്. ഈ റോസും മഞ്ഞയും ഉള്ള സാരി ആർക്ക് മേടിച്ചു കൊടുത്തു എന്നുള്ളതാണ്. മുകേഷ് ഏട്ടൻ പറയുന്നത് ശ്രീകുട്ടിക്ക് കൊടുത്തു. ശ്രീകുട്ടിക്ക് ആക്ച്വലി ഒരു റോസ് വാങ്ങിക്കാൻ പോയപ്പോ മഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞൊരു അടിയിട്ട്. ആ. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അത് 100%. പക്ഷെ അത് വാങ്ങിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാ സംശയമാണ്. ഉള്ള സത്യം പറയാം. ഈ ചേട്ടൻ എന്തുകൊണ്ടാണ് ഇത് ഷീന ചേച്ചിയുടെ എന്തോ ഞാന് എന്റെ വൈഫ് പിണങ്ങിയിരുന്ന സമയത്ത് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ട് കൊടുത്ത സാരി ആയത്. പിണങ്ങിയിരുന്ന സമയത്ത് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത സാരി എന്ന് ചേട്ടൻ പിണക്കം മാറാൻ വേണ്ടി ഉറപ്പിച്ചു. കൊണ്ട് കൊടുത്തതാ. പിണക്കം മാറാൻ വേണ്ടി കൊടുത്തതാണ് ഈ സാരി. അല്ല ഷീന ചേച്ചി പറ. ഇതാർക്ക് ഗിഫ്റ്റ് കൊടുത്തതാ? സത്യം പറ, എനിക്ക് അറിയണം ഇത് ആർക്കാ ഗിഫ്റ്റ് കൊടുത്തത്. ഇത് ചേട്ടൻ മേടിച്ച സാരി ആയിരിക്കും, പക്ഷേ എനിക്ക് gift തന്നിട്ടില്ല. ഇത് ചേട്ടൻ മേടിച്ച സാരിയാ, സന്തു മേടിച്ച സാരി ആയിരിക്കാം, പക്ഷെ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടില്ല. ഇത് ആർക്കാ കൊടുത്തത്? സത്യം അറിയണം. ചേട്ടൻ നമ്മൾ സൂക്ഷിക്കണം. ഞാനും ചേച്ചി ഇത് വല്ലതും ഉണ്ടോ നിന്റെ സാരി? എന്റെ സാരി ഒന്നുമില്ലയോ? ആർക്കാ നിങ്ങൾ ഒരുമിച്ച് വാങ്ങിച്ചു കൊടുത്തത്? അതായത് രമണ, ഈ സാരി ഷീന ചേച്ചിയുടെ അല്ല, ശ്രീകുട്ടിയുടെ അല്ല. ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് എവിടെ നിന്ന് കിട്ടി? ഇതിന്റെ അകത്ത് നിന്നല്ല, ഇതിന്റെ അകത്ത് നിന്ന് എടുത്ത്. ഇത് എന്റെ ഈ രണ്ട് സാരി. പക്ഷെ അല്ല, അത് പോട്ടെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു സാരി തന്നെ നിങ്ങൾ ഇത്ര ഉറപ്പ് പറഞ്ഞു ഇത് ഞാൻ മേടിച്ചു, ഞാൻ ഈ ഒരു സാരി അവർ രണ്ടുപേരുടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ്? ഈ സാരി വെച്ചിട്ടാണ് ഷീന ചേച്ചി ഈ കൊടുത്തിട്ടുണ്ട് എന്നുള്ള അത്ര തീരുമാനം. ഇതല്ല, ഇത് ഈ പിങ്കും ഇതും പറഞ്ഞോ? ആ അല്ല, ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അന്ന് ഷോപ്പിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് പർച്ചേസ് ചെയ്യാൻ പോയപ്പോ സെലക്ട് ഞാനല്ല സെലക്ട് ചെയ്തോണ്ട് ഇത് അമ്മലേശം ബാധിച്ചോന്നൊരു സംശയം. ഇനി എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ചേട്ടൻ സന്തോഷേട്ടൻ ഓരോ സാരി മടക്കുമ്പോഴും എന്താണ് മണക്കുന്നത്? സാരി കഴുകാറില്ല അവള്. സാരി കഴുകാറില്ലേ? സാരി കഴിയാറില്ലേന്നോ? അതിന്റെ മണം അടിച്ചിട്ട്. നിന്റെ മണമായിരുന്നു. ഈ സാരി ചേച്ചിയുടെ ആണോ? അത് പറ. അല്ലല്ല, ഞാൻ ആദ്യമേ തന്നെ ഞാൻ ശ്വേതാജിയോട് ഒരു ക്ഷമ ചോദിക്കുവാണ്. കാരണം ഞാൻ ആദ്യമേ ബൂസ്റ്റ് ചെയ്ത് എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ സാരികളെല്ലാം സെലക്ട് ചെയ്തിരുന്നത്. പക്ഷെ ആ രണ്ട് സാരി സത്യം പറയണം, സത്യം പറയണം. ഈ മണത്ത് നോക്കി കണ്ടുപിടിച്ച ഉദ്ദേശം എന്താണ്? ഈ മണത്ത് നോക്കി വേറൊരാളുടെ മണം നോക്കി. പ്രത്യേകിച്ച് അങ്ങനെ പെർഫ്യൂമിന്റെ മണമൊന്നും ഇല്ല. പക്ഷെ ചേട്ടൻ എന്തോ ഇത് ഞാൻ മണത്ത് നോക്കിയില്ലായിരുന്നു. ഇതില്ല, ഇത് ഞാൻ മാത്രം കണ്ടു, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. അല്ല, ഇനി നമുക്ക് ചേട്ടന്റെ ക്ലാരിഫിക്കേഷൻ. ഇതാന്നു ഇത് വൈഫിന്റെ അല്ല, ഇത് വൈഫിന്റെ ആണോ? ആന്നു അല്ല, ചേട്ടാ പെട്ട്. റെഡ് കളറിലെ സാരി ഉണ്ട്, പക്ഷെ അതല്ല. ഇതല്ല. ഇതിലേതെങ്കിലും ആണോ? അയ്യോ ദാ ഇതിനകത്ത് രണ്ട്. നോക്ക്. ഇത് ഇത് കണ്ടോ? ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു, സന്തോഷേട്ടാ 100 പ്രാവശ്യം ഞാൻ പറഞ്ഞു നോക്കുന്നത്. അപ്പൊ പറയാണ് ഇത് എടുത്തിട്ട്, ഇതൊന്നും എന്റെ വൈഫിന്റെ അല്ല. മടക്കി വെക്കട്ടെ ഇതാ. മടക്കട്ടെ. ഈ സാരിക്ക് ഒരു മിനിറ്റ് ആ സാരി മടക്കണ്ട. ആ സാരി നന്നായിട്ട് ഞാനിപ്പോ 1 മിനിറ്റ് നിങ്ങൾക്ക് സമയം തരാണ്. നിങ്ങൾ അത് ഉടുത്തിട്ട് ഞാൻ ഉടുക്കുന്നു. ആൻഡ് യോർ ടൈം സ്റ്റാർട്ട്സ് നൗ. അതാണ് സൂപ്പർ. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ സാരി കൊടുക്കുന്നു. ഓക്കെ ഇത് എടുത്തോണ്ടെന്ന് നടന്നൂടെ കാണിക്കണം. ഇതെന്ത് സാരി? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നു. ഏതാ നിങ്ങളുടെ നാട്? പുതിയ ഫാഷനാ. ഏതാ നിങ്ങളുടെ നാട്? ഏത് നാടാ? ഇത് എടുത്തോണ്ടെന്ന് നടന്നൂടെന്ന് കാണിക്കോ പ്ലീസ്? കാണാനൊരാഗ്രഹം. ഒരു കാറ്റ് വാക്ക്. അത് തന്നെ. മ്യൂസിക് ഡു പ്ലീസ്.
ഫ്രണ്ടില് പോയി. Pose, pose. ഓക്കെ, സൂപ്പർ. അപ്പൊ ചേട്ടൻ എന്തായാലും നല്ല 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ് സന്തോഷ് ചേട്ടന്. ഭാര്യയുടെ സാരിയും തിരിച്ചറിയാൻ പറ്റിയില്ല, പണിഷ്മെന്റും കിട്ടിയിരിക്കുകയാണ്. വീട്ടിലും കയറണ്ട. വീട്ടിലും കയറണ്ട. ഷീന ചേച്ചിയുടെ മുഖം ഇങ്ങനെ കടന്നല് കുത്തിയ പോലെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. പാവം, ടെൻഷനും കൊണ്ട് ചേച്ചി. ഭയങ്കര ടെൻഷൻ. എനിക്ക് ഞാൻ ആദ്യമായിട്ടോ ഫ്ലോറിൽ കിടന്നത്. എന്റെ ടെൻഷൻ. പക്ഷെ ഭയങ്കര ക്യൂട്ടായിരുന്നു. അതെ, നല്ല 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 ക്യൂട്ടായിരുന്നു. ആൻഡ് രണ്ടുപേരും നല്ല രീതിയിൽ മത്സരിച്ചു. അപ്പൊ എന്തായാലും ഇന്നത്തെ ഹസ്ബൻഡ് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് നമ്മുടെ മുകേഷ് ചേട്ടനാണ്. സൂപ്പർ. വീട്ടിൽ കയറാം. അപ്പൊ എന്താ പറയാ, നമുക്ക് റൊമാൻറ്റിക് ഹസ്ബൻഡ് എന്നുള്ള ടൈറ്റിൽ ഇദ്ദേഹത്തിന് തന്നെ കൊടുക്കാം. സന്തോഷ് ചേട്ടൻ. പിന്നെ അല്ല, ഏറ്റവും നന്നായി സാരി ഉടുക്കുന്നത് പഠിപ്പിച്ചു തന്നു നമുക്ക്. കറക്റ്റ്. നാളെ തൊട്ട് ഷീന ചേച്ചി ആ സ്റ്റൈലിലാണ് സാരി ഉടുത്ത് വരാൻ പോകുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇവരുടെ ഒരു കാര്യത്തിൽ തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കിയുള്ള ഹസ്ബൻഡ് ഇവിടെ വരുന്നതിനേക്കാളും കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ ഈ വേദിയിൽ വരുന്നത് മുകേഷ് ചേട്ടനും സന്തോഷ് ചേട്ടനും ആണ്. അതിന് പിന്നില് എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. എന്താണ്? വൈഫിനെ ഇരുത്തിക്കൊണ്ട് പറയുവാൻ ആരും കരുതരുത്. വൈഫ് ഫ്ലോറിൽ പെർഫോം ചെയ്യുന്ന കാണാം, മീനാക്ഷി പെർഫോം ചെയ്യുന്ന കാണാം. പിന്നെ ഓഫ് കോഴ്സ് മനസ്സിൽ 1-2 ലഡു പൊട്ടാനായിട്ട് ശ്വേതാമേനോ മേഡം ഉണ്ട്. ഭാഗ്യത്തിനെങ്ങാണോ ഒരു ചെറിയ ഡാൻസ് കളിക്കാൻ പറ്റിയാലോ, ചിലപ്പോഴെങ്ങാണോ ഒരു അംഗം കിട്ടിയാലോ. പറഞ്ഞ സത്യമല്ല കേട്ടോ. ഇവിടെ വരുന്നത് നിങ്ങളെ രണ്ടുപേരെയും കാണാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളെ രണ്ടുപേരെ കാണാം. അതിലുപരി 10 അമ്മമാര് വേറെ ഉണ്ട്. അവരെ കാണാം. വേറെ ഉണ്ട്. അവരിലേക്ക് ഒരു നോട്ടം ഉണ്ട് ഇദ്ദേഹത്തിന്. ടീഷർട്ട് ഇട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. എന്തായാലും പാവങ്ങൾക്ക് ശ്വേതാജിയെ കാണാനും കൂടെ ഡാൻസ് ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹമായിട്ടാണ് ഇന്നും ഇവിടെ രാവിലെ മുതൽ വന്നിരിക്കുന്നത്. ആ ഒരു ആഗ്രഹം നമുക്ക് അങ്ങ് സാധിച്ചു കൊടുത്തേക്കാം. ശ്വേതാജി ഇവരുടെ കൂടെ നല്ലൊരു റൊമാൻറ്റിക് ഡാൻസ്. ഇവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ആണെന്ന് കണ്ടുപിടിക്കുകയും വേണം ശ്വേതാജി. കാണാം. ഇതൊക്കെ ഞങ്ങൾ കുറെ കേട്ടതാ. എന്തായാലും ശ്വേതാജി വരൂ. ഓക്കെ, അപ്പൊ നല്ലൊരു മ്യൂസിക് പ്ലേ ചെയ്താൽ ഇവർക്ക് വേണ്ടി നമ്മളിതാ ഈ ഒരു വേദി ഒരുക്കിയിരിക്കുകയാണ്. താങ്ക് യു. യെസ്, മ്യൂസിക്. മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ, മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ, ഒന്ന് വന്നാട്ടെ തെല്ലു നിന്നാട്ടെ, നാണമെന്തെ ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ, മാനെ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ. ലോട്ടസത്തം വീഴിയാ ചാട്ടുളി നീ എറിഞ്ഞാൽ ഞാൻ പോരടിയ തഴുകും, വണ്ടിപ്പെണ്ണെ മയിലേ എന്നോടൊന്ന് സ്പീക്കിക്കൂടെ കുയിലേ, ഓടിവാ കരളേ പെണ്ണാളെ പാടിവാ ലൗഗാനം, ഓടിവാ കരളേ പെണ്ണാളെ പാടിവാ ലൗഗാനം, നാണമെന്ന് ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ. എന്റെ ദൈവങ്ങളെ, എനിക്ക് വയ്യ. ഞാൻ എന്താണ് കണ്ടത്? എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കലക്കി സൂപ്പർ. ശ്വേതാജി എന്താ, അതായത് ഷീന ചേച്ചി പറയാണ് എന്റെ ഭർത്താവ് ഒട്ടും റൊമാൻറ്റിക്കിലാണ്. ഇവിടെ കേട്ടന്ന് ഉരുളുകയാണ് അങ്ങോട്ട്.